ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും മൺചട്ടിയൊക്കെ ഉപയോഗിക്കണം. എപ്പോഴും നമ്മൾ ഈ വേറെയുള്ള ചട്ടികളും നോൺ സ്റ്റിക്കറൊക്കെ ഉപയോഗിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് മൺചട്ടിയിലും നമ്മൾ കൂട്ടാനൊക്കെ ഒന്ന് വെച്ച് നോക്കുക. മൺചട്ടിയിൽ വെക്കുന്ന രുചി ഒരു ചട്ടിയിൽ വെച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉലുവയും 1 സ്പൂണും കടുകും ഇട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ കൊച്ചുള്ളി അരി വെച്ചിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തു. കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നു. തക്കാളി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനൊരു 3 തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ഒന്ന് വാടിയൊന്ന് വരും. പച്ചമുളകും തക്കാളിയൊക്കെ കുറച്ച് ഉപ്പിട്ടിട്ടോ, 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ വലിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് തക്കാളി, കൊച്ചുള്ളിയും പച്ചമുളകും. അപ്പോൾ ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഒരു 1/2 സ്പൂൺ ഗരം മസാല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എണ്ണയിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച്, അപ്പോൾ അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ അതിൽ വാളംപുളിയും കുടംപുളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലർ പുളിവെള്ളം, കുടംപുളിയുടെ വെള്ളം മാത്രം ഒഴിക്കും. കുടംപുളി ഞാൻ കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ആ കുടംപുളീൻ്റെ കഷ്ണം എടുത്ത് മാറ്റി വെക്കും കേട്ടോ. പിന്നെ ഞാൻ വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് തിളച്ച് വരുന്നതിനൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുക്കുക.
ചെമ്മീൻ കുറച്ച് വേവുള്ളല്ലോ, അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വലിയ ചെമ്മീനായ കാരണം ഞാൻ 2 കഷ്ണമാക്കിയിട്ടു. എന്നുവെച്ചാൽ 3-4 ആൾക്കാർ 5-6 ആൾക്കാരൊക്കെ ഉള്ളിടത്ത് നമ്മൾ കറി വെക്കുമ്പോൾ കഷ്ണങ്ങൾ കുറച്ച് വേണ്ട, അപ്പോൾ അത് കാരണം കഷ്ണങ്ങളാക്കിയെടുത്ത് ഞാൻ വലിയ ചെമ്മീൻ. ചെമ്മീനപ്പോൾ ഒരു പകുതി വേവായപ്പോൾ ഞാൻ വെണ്ടക്ക വറുത്ത് വെച്ചിരുന്ന എണ്ണയിൽ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഞാൻ ഓഫാക്കിയിട്ടോ, ഗ്യാസ് ഓഫാക്കി. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം മൂടി വെച്ച്. നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ അധികം വീഡിയോസിൽ ഞാൻ സോങ്ങാണ് കൊടുത്തിട്ടുള്ളത്. 2-3 എണ്ണത്തിൽ മാത്രമാണ് ഞാൻ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, മറക്കരുത്. ചെമ്മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.